ഞങ്ങളെ പോലുള്ള കുട്ടികൾക്ക് വേറെ അവസരം എവിടെയുള്ള ഒരു അമ്പല പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാൽ അവര് പറഞ്ഞു നിങ്ങൾ വലിയ ആൾക്കാരൊന്നും ഞങ്ങളുടെ അവസരം തരാൻ കഴിയില്ല. ഈ കോഴ വാങ്ങി മത്സരം നടത്തി അതെന്നെ ഇവിടെ കുട്ടികളെ എത്തിക്കുന്നു. എന്നാൽ പിന്നെ അപ്പീല് വഴിയെങ്കിലും വരാൻ അത് തരുന്നില്ല, റിജക്ട് ചെയ്യാണ്. ഈ മത്സരം കൂടെ നിർത്തിക്കണം. ഡിസംബർ 22-ാം തീയതി കോട്ട ബില്ല് കൊടുത്തതാണ്. തൃശ്ശൂർ ജില്ലയിൽ മോണോ ആക്ടിന് ഒരു അർഹതയില്ലാത്ത കുട്ടിക്ക് ഫസ്റ്റ് പ്രൈസ് വന്നപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് അപ്പീൽ കിട്ടാൻ വേണ്ടി ഭാഗം നോക്കി. ഡയറക്റ്റ് അപ്പീൽ പാസ്സാക്കിയില്ല. വെറും 5 മാർക്കിന്റെ വ്യത്യാസം ഉണ്ടായിട്ടും മോണോ ആക്ടിന് അപ്പീൽ അത് പാസ്സാക്കിയില്ല. സെക്കൻഡ് കിട്ടിയ പല കുട്ടികൾക്കും അപ്പീൽ പാസ്സാക്കി. 2 ടീമിനൊക്കെയാണ് തിരുവാതിരക്ക് അപ്പീൽ പാസ്സാക്കി കൊടുത്തത്. 2 കുട്ടികൾക്ക് മോണാക്ടിന് വെറും 5 മാർക്കിന്റെ വ്യത്യാസം ഉണ്ടായിട്ടും അപ്പീൽ പാസ്സാക്കിയില്ല. ഇത് കോർട്ട് വെച്ചു. കോർട്ട് ഞങ്ങൾ വെക്കാൻ കാരണം തന്നെ ഒരു മാനുവൽ പ്രകാരമുള്ള മാർക്കുകളല്ല. മാർക്കിടുമ്പോ ശബ്ദം ഓരോ കാര്യങ്ങൾക്ക് മാർക്കുണ്ട്. ABCD എന്നുള്ള കോളങ്ങളിലാക്കിയിട്ടാണ് മാർക്ക് ലിസ്റ്റിൽ അത് കൊടുക്കുക. അതിലൊന്നും മാർക്ക് പൂരിപ്പിക്കാതെ നേരിട്ട് 98 ഏതടിസ്ഥാനത്തിലാണ് കുട്ടികൾക്ക് മാർക്ക് കൊടുക്കുന്നത്? ജഡ്ജസ് റിമാർക്സിൽ എഴുതണം. അതൊന്നും എഴുതാതെ വെറുതെ മാർക്കിട്ട് കൊടുത്തു. എന്നിട്ടും എന്തടിസ്ഥാനത്തിലാണ് ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് 5 മാർക്കിന്റെ വ്യത്യാസം സെക്കൻഡ് വന്നതൊന്നും പറയുന്നില്ല. റിമാർക്സ് എഴുതിയിരിക്കുന്നത് മികച്ച പെർഫോമൻസ് എന്നാണ് സെക്കൻഡ് വന്ന കുട്ടി. അതായത് ഞാൻ എന്റെ ടെസ്റ്റ് നമ്പറിന്റെ റിമാർക്സ് ജഡ്ജസ് എഴുതിയിരിക്കുന്നത് മികച്ച പെർഫോമൻസ്. എന്നിട്ടും ഡയറക്റ്റ് അപ്പീൽ തന്നില്ല തൃശ്ശൂർ DD. കോർട്ടിന് 20,000 രൂപ ഞങ്ങൾക്ക് വലിയ ഉണ്ടായിട്ടൊന്നുമല്ല. എന്റെ അമ്മയുടെ സ്വർണ്ണം വരെ പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിനൊക്കെ ഇറങ്ങുന്നത്. ഓരോ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിനൊക്കെ ഇറങ്ങുന്നത്. സാമ്പത്തികം ഉണ്ടായിട്ടല്ല. മോഹിനിയാട്ടം 8ാം സ്ഥാനം 12ാം സ്ഥാനമാക്കി തട്ടി. കഴിഞ്ഞ കൊല്ലം സ്റ്റേറ്റ് പോയ കുട്ടിയാണ്. കഴിഞ്ഞ കൊല്ലം മോഹിനിയാട്ടത്തിന് 1ാം സ്ഥാനം വന്നത് സ്റ്റേറ്റില്. ഇക്കൊല്ലം സബ് ജില്ലയിൽ തന്നെ 12 മാർക്കിന്റെ വ്യത്യാസത്തിന് 3ാം സ്ഥാനം. അപ്പീല് കിട്ടിയില്ല. കോർട്ട് അതും വെച്ചു. കോർട്ട് അതും തള്ളി. ചോദിക്കുമ്പോ പറയുന്നത് സമയക്രമം പാലിക്കാൻ തങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് എല്ലാ അപ്പീലുകളും തള്ളാനായിട്ടാണ് കോർട്ട് തീരുമാനിക്കുന്നതെന്ന്. അങ്ങനെ തള്ളാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ആദ്യം പറഞ്ഞുകൂടെ? ഞങ്ങൾക്ക് ഇതിനെ ഇറങ്ങുമോ? ഓരോ പ്രതീക്ഷയായിട്ട് വരികയാണ്. ഓരോ പ്രതീക്ഷയ്ക്ക് ഇങ്ങനെ വരുമ്പോ ഞങ്ങൾക്ക് കിട്ടുന്നത് എന്താ? ഞാൻ +2 സയൻസിന് പഠിക്കുന്ന കുട്ടി എവിടെ ലാബ് എക്സാം നടക്കുക. അതുവരെ മാറ്റി വെച്ചിട്ട് പ്രതീക്ഷിച്ച് വന്ന് നിൽക്കുക ഒരു അവസരത്തിന് വേണ്ടിയിട്ട്. ഞങ്ങളെ പോലുള്ള കുട്ടികൾക്ക് വേറെ അവസരം എവിടെയുള്ള ഒരു അമ്പല പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാൽ അവര് പറഞ്ഞു നിങ്ങൾ വലിയ ആൾക്കാരൊന്നും ഞങ്ങളുടെ അവസരം തരാൻ കഴിയില്ല. ഈ കോഴ വാങ്ങി മത്സരം നടത്തി അതെന്നെ ഇവിടെ കുട്ടികളെ എത്തിക്കുന്നു. എന്നാൽ പിന്നെ അപ്പീല് വഴിയെങ്കിലും വരാൻ അത് തരുന്നില്ല, റിജക്ട് ചെയ്യാണ്. ഈ മത്സരം കൂടെ നിർത്തിക്കണം. എന്തിനാ? പേരെങ്ങനെ? ഏത് ജില്ലയിൽ നിന്നാണ്? ഏത് സ്കൂളാണ്? തൃശ്ശൂർ ജില്ലയിൽ. ഞാൻ തൃശ്ശൂർ സേക്രഡ് ഹാർട്സിലാണ് പഠിക്കുന്നത്. പേര്? വൈഷ്ണവി K നായർ. മോണൊക്കെയായിരുന്നു എന്റെ അവസാന പ്രതീക്ഷ. ഭരതനാട്യം എന്റെ ജില്ലയിൽ 8ാം സ്ഥാനത്തേക്ക് താഴ്ത്തി. 20 മാർക്കോളം വ്യത്യാസം വന്നു. സബ് ജില്ലയിൽ തന്നെ എന്നെ താഴ്ത്തിയായിരുന്നു. ഭരതനാട്യം മോഹിനിയാട്ടം കഴിഞ്ഞ പോലെ സ്റ്റേറ്റിൽ പെർഫോം ചെയ്തതാണ് ഞാൻ. മോഹിനിയാട്ടം ഞാൻ സ്റ്റേറ്റ് ഫസ്റ്റ് വന്നതാണ്. അതും കോട്ടപ്പിലെടുത്താണ് കഴിഞ്ഞ കൊല്ലം വന്ന് കളിക്കേണ്ടി വന്നത്. അതും കഴിഞ്ഞ് ഇക്കൊല്ലം ഭരതനാട്യത്തിന് ജില്ലയിൽ തന്നെ താഴ്ത്തി. അതിന് ദൈവം സഹായിച്ചിട്ട് തൃശ്ശൂർ AEO എനിക്ക് അപ്പീൽ തന്നു. 6 മാർക്കിന്റെ വ്യത്യാസം ഉണ്ടായിട്ടും ഭരതനാട്യം എനിക്ക് സബ് ജില്ലയിൽ നിന്ന് അപ്പീൽ കിട്ടി. എന്നിട്ട് ജില്ലയിൽ വന്നപ്പോൾ എന്നെ 8ാം സ്ഥാനത്തേക്ക് താഴ്ത്തി. അത് പോട്ടെ എന്ന് വെക്കാം. മോഹിനിയാട്ടത്തിന് എനിക്ക് ഹൈക്കോർട്ട് അപ്പീൽ കിട്ടിയില്ല. സബിൽ നിന്ന് എന്നെ 3ാം സ്ഥാനം 12 മാർക്കിന്റെ വ്യത്യാസത്തിൽ എന്നെ താഴ്ത്തി. ഹൈക്കോർട്ട് അപ്പീൽ കിട്ടിയില്ല. പിന്നെ ആകെയുള്ള പ്രതീക്ഷ മോണോ ആക്ട് ആയിരുന്നു. മോണോ ആക്ട് എനിക്ക് വെറും 5 മാർക്കിന്റെ വ്യത്യാസത്തിൽ സെക്കൻഡ്. ഞാൻ അർഹിച്ച സ്ഥാനം 1ാം സ്ഥാനമായിട്ട് പോലും എനിക്ക് തന്നത് സെക്കൻഡാണ്. ആ സെക്കൻഡ് പൊസിഷൻ 5 മാർക്കിന്റെ വ്യത്യാസം. ഞാൻ നേരത്തെ പറഞ്ഞു സബ് ജില്ലയിൽ ഭരതനാട്യത്തിന് 6 മാർക്കിന്റെ വ്യത്യാസം വന്നിട്ട് എനിക്ക് അപ്പീൽ ഡയറക്റ്റ് തന്നു. ഈ വെറും 5 മാർക്കിന്റെ വ്യത്യാസം ജില്ലയിൽ മോണോ ആക്ടിന് 5 മാർക്കിന്റെ വ്യത്യാസം ഉണ്ടായിട്ട് അപ്പീൽ തന്നില്ല. എന്നിട്ട് കാരണം അതിന്റെ ഒപ്പം കൂടാതെ 2 തിരുവാതിര ടീമിനെ 2 കുച്ചിപ്പിടിക്കാനാണ് അപ്പീൽ പാസ്സാക്കിയവര്. മോഹിനിയാട്ടത്തിലൊക്കെ ഡയറക്റ്റ് അപ്പീൽ പാസ്സാക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് തെരഞ്ഞു പിടിച്ച് ചില കുട്ടികളെ കടത്തിവിടരുത്? ആരുടെയൊക്കെ ഇൻഫ്ലുവൻസിന് വഴങ്ങിയിട്ടാണ് ഓരോ ഉദ്യോഗസ്ഥരും ചെയ്യുന്നത്. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങളുടെ പിള്ളേരുടെ ജീവിതം വെച്ചുള്ള കളിയായത്. ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ കഷ്ടപ്പാട്, ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ ഇങ്ങനെ തകർത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ കുരുത്തിക്ക് കൊടുക്കുന്നത്. എന്തിനാ? ഇവർക്ക് കുറച്ച് പേരെ മാത്രമേ സ്റ്റേറ്റിൽ എത്തിക്കേണ്ട ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ അവരെ വെച്ചിട്ട് കലോത്സവം നടത്തിയാൽ പോരെ? ഞാൻ കഴിഞ്ഞ തവണ സ്റ്റേറ്റ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കലോത്സവത്തിന് മോഹിനിയാട്ടത്തിനും ഭരതനാട്യത്തിനും മത്സരിച്ചതാണ്. മോഹിനിയാട്ടം ഞാൻ സ്റ്റേറ്റ് ഫസ്റ്റ് വന്നതാണ്. ഇക്കൊല്ലം എന്റെ സബിൽ തന്നെ എന്നെ 3ാം സ്ഥാനത്തേക്ക് 12 മാർക്കിന്റെ വ്യത്യാസത്തിന്. എവിടെ ആ കുട്ടി? ഇന്ന് സബിൽ നിന്ന് ഫസ്റ്റ് വന്ന കുട്ടി ഇക്കൊല്ലം ജില്ലയിൽ വന്നപ്പോൾ 3ാം സ്ഥാനമായിരുന്നു. ഇന്നലെ ആ കുട്ടിക്ക് ഇവിടെ കളിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ അതേസമയം ഭരതനാട്യത്തിന് എനിക്ക് അപ്പീൽ കിട്ടി.
സബിൽ നിന്ന്. ഞാൻ ജില്ലയിൽ വന്ന് കളിച്ചപ്പോൾ സബിൽ ഫസ്റ്റ് കിട്ടിയ കുട്ടിയെക്കാളും മാർക്ക് വാങ്ങി ഞാൻ കവർ ചെയ്തു. ഞാനിപ്പോ +2 എടുത്തിട്ട് അവസാന വർഷമാണ്. +2 പഠിക്കുന്ന ഒരു കുട്ടി സയൻസ് ബാച്ചിൽ കൂടെ എല്ലാ ബാച്ചിനും അതിൻ്റെതായ പഠിക്കാനുള്ള ഭാരങ്ങളുണ്ട്. സയൻസ് ബാച്ചിൽ പ്രാക്ടിക്കൽ എക്സാം നടന്നുകൊണ്ടിരിക്കുക അവിടെ ബയോളജി. അത് കളഞ്ഞിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്നിട്ടാണ് ഇവർ ഇമാതിരി സംസ്ഥാന സർക്കാരും അതെ എല്ലാവരും അതെ. സേക്രഡ് ഹാർട്ട്സ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടി കവർ ചെയ്തിട്ടുണ്ട് അവർ. അതുകൊണ്ടാണ്. അപ്പൊ പിന്നെ അനൗൺസ് ചെയ്യേണ്ട ആവശ്യം എന്താ? അപ്പൊ മനഃപൂർവ്വം പൈസ തിരിച്ച് തരാതിരിക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്ത കുട്ടിയെ പിന്നെ തിരുത്തുകയാണ് മാർക്ക്. അതുപോലെ എന്റെ മാർക്ക് സബ് ജില്ലയിലെ കാണണം. തിരുത്തിയ മാർക്ക് പേരെ കൊണ്ട് തിരുത്തുന്നത് അറിയാൻ പറ്റും. 8 എന്നുള്ളത് 5, 5 എന്നുള്ളത് 8 ആക്കിയിട്ടിരിക്കുന്നത് കറക്റ്റായിട്ട് കാണാം മാർക്ക് ലിസ്റ്റില്. ഉദ്യോഗസ്ഥര് മാർക്ക് ജഡ്ജ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് റൂമിൽ തിരുത്തിക്കും. അങ്ങനെ മാർക്ക് തിരിച്ചിട്ട് ഫസ്റ്റ് വന്ന കുട്ടി താഴ്ത്തിയിടുകയാണ്.